വെൽക്കം ടു മാർസ് ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ് SCRT ടോപ്പിക്കായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഭരണഘടനാ സവിശേഷതകൾ. ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. നമുക്കിനി ഓരോ പ്രത്യേകത നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. അവർക്ക് സ്വയമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ഭരണാധികാരികളെ പാർലമെൻറ്റ് നിയന്ത്രിക്കുന്നു. അതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രണ്ടാമത്തെ പ്രത്യേകത ജനങ്ങളുടെ പരമാധികാരം. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പ്രത്യേകത മൗലിക അവകാശങ്ങൾ. വ്യക്തികൾക്ക് ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശം നിഷേധിച്ചാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. നാലാമത്തെ പ്രത്യേകതയാണ് മൗലിക കടമകൾ. വ്യക്തികൾ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. അടുത്ത പ്രത്യേകതയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ രാഷ്ട്രത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ക്ഷേമരാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. അടുത്ത പ്രത്യേകത സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കും. അടുത്ത പ്രത്യേകതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി. അതായത് ലെജിസ്ലേറ്റീവിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു കോടതി. അടുത്ത പ്രത്യേകതയാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രത്യേകതയാണ് ഏക പൗരത്വം. രാജ്യത്തിന് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വം ഇല്ല. അതായത് നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് എന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് വേറെ വേറെ പൗരത്വം ഇല്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നിയമങ്ങളുടെ ഉറവിടം. ഭരണഘടനയാണ് നിയമങ്ങളുടെ ഉറവിടം. അതായത് ഏത് നിയമം നിർമ്മിക്കുമ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുന്നത് എപ്പോഴും ഭരണഘടനയായിരിക്കും. ഭരണഘടനാ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയൂ. ഇത്രയാണ് നിയമങ്ങളുടെ ഉറവിടം എന്ന ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില നിയമങ്ങളുടെ ഉദാഹരണങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കുട്ടികൾക്കായിട്ടുള്ള നിയമം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബാലവേല നിരോധന നിയമം. രണ്ടാമത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം. മൂന്നാമത്തെ ബാലനീതി നിയമം. ഇത്രയാണ് കുട്ടികൾക്കായിട്ടുള്ള നിയമം. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോക്സോ നിയമം 2012. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ നിയമം 2012. ഇനി നോക്കുന്നത് ഇത് നിലവിൽ വന്നതാണ്. ഇത് അഡീഷണൽ പോയിൻ്റാണ്. നവംബർ 14, 2012. അത് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കോഡെന്ന് പറയുന്നത് ശിശുദിനം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം നിലവിൽ വന്നത് നവംബർ 14, 2012. മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ നിയമം 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടിയായി പരിഗണിക്കുന്നു. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പോക്സോ നിയമം ആരെയാണ് കുട്ടിയായി പരിഗണിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടിയായി പരിഗണിക്കുന്നു. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പോക്സോ നിയമത്തിലെ വകുപ്പ് 19 ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് സെക്ഷൻ 19 പ്രാധാന്യമുണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ വകുപ്പ് 19 പ്രകാരം ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ ആയിരിക്കണം. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ഇത്രയാണ് നമുക്ക് പോക്സോ നിയമത്തിൽ നോക്കാനുള്ളത്. അപ്പം നിലവിൽ വന്നത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വകുപ്പ് 19 ഓർത്തിരിക്കുക. പിന്നെ പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന പേരും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നത് പോക്സോ നിയമം കേരളത്തിലും ഉണ്ട്. അതറിയപ്പെടുന്നത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമം എന്നാണ്. അപ്പോൾ ഈ പോക്സോ നിയമത്തിൽ ഒരു വകുപ്പ് പ്രധാനമാണ്. 44-ാം വകുപ്പാണ്. 44-ാം വകുപ്പ് പ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ നിരീക്ഷണ സംവിധാനത്തിൻ്റെ പേരാണ് പോക്സോ മോണിറ്ററിംഗ് സെൽ. ഇത്രയാണ് കേരള പോക്സോ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഉടമ്പടിയും കൂടെ നോക്കാനുണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി.
കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പിക്കാനും ഈ ഉടമ്പടി ലക്ഷ്യമിടുന്നു. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഡേറ്റും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഒന്നാമത്തെ ധർമ്മം പൗരന്മാരുടെ കടമകളും അവകാശങ്ങളും സ്ഥാപിക്കുന്നു. രണ്ടാമത്തെ ധർമ്മം ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. അവരുടെ അധികാരങ്ങൾ എത്രയാണെന്നും പരിമിതികൾ എത്രയാണെന്നും പറയുന്നുണ്ട്. മൂന്നാമത്തത് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട്. നാലാമത്തത് സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും ഒരു സംരക്ഷ കവചമായി പ്രവർത്തിക്കുന്നു. അഞ്ചാമത്തെ പ്രത്യേകത രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയെ ഒരു അടിസ്ഥാന ഡോക്യുമെൻ്റായിട്ട് നിൽക്കുന്നു. രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ഡോക്യുമെൻ്റായിട്ട് നിലകൊള്ളുന്നു. അതേപോലെ തന്നെ ആറാമത്തെ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതായത് നമ്മൾ ഒരുപാട് വ്യത്യസ്തരാണ്. നമ്മൾ പലതരം ഡ്രസ്സുകൾ ധരിക്കും, പലതരം ഫുഡുകൾ കഴിക്കും. അതേപോലെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ലാംഗ്വേജിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഇത്രയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് വി ആർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത്. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അത് കൊണ്ടുവരുന്നതും ഈ ഭരണഘടനയാണ്. ഏഴാമത്തെ പ്രത്യേകതയാണ് എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അതായത് എല്ലാ ഭരണകൂടങ്ങളും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇത്രയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.